പാലക്കാട് ആര് ജയിക്കും എന്നറിയാൻ എല്ലാവർക്കും താല്പര്യമുണ്ട്. ഈ തെരഞ്ഞെടുപ്പിലെ മുഖ്യ വിവാദം പാലക്കാട് കേന്ദ്രീകരിച്ചായിരുന്നു. താനും LDF-ന് വേണ്ടി NMR റസാഖ്, UDF-ന് വേണ്ടി രമേശ് പിഷാരടി, NDA-ക്ക് വേണ്ടി ശോഭാ സുരേന്ദ്രൻ. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഒരു 6 മാസത്തെ വിവാദങ്ങളെല്ലാം കേന്ദ്രീകരിക്കപ്പെട്ട ഒരു മണ്ഡലം എന്ന പ്രത്യേകത കൂടിയുണ്ട്. ഈ ഡീൽ വിവാദം ഉണ്ടാകുന്നത് തന്നെ പാലക്കാട് നിന്നാണല്ലോ. NMR റസാഖിനെ അവിടെ സ്ഥാനാർത്ഥിയാക്കി CPM പ്രഖ്യാപിച്ച് കൊണ്ടുവന്നതോടുകൂടിയാണ് ഡീൽ വിവാദം ഉണ്ടാകുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ കേരള രാഷ്ട്രീയത്തിൽ കത്തിപ്പിടിക്കുകയായിരുന്നു. അങ്ങനെ വിവാദത്തിന് കാരണമായ പാലക്കാട് എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ് അറിയാനുള്ളത്. പാലക്കാട്ടെ സ്കോർ നമുക്ക് പെട്ടെന്ന് നോക്കാം. പാലക്കാട് ഓൺ സ്ക്രീൻ. രമേശ് പിഷാരടിക്കാണ് അഡ്വാൻറ്റേജ് 39.47. ശോഭാ സുരേന്ദ്രൻ 35.79 തൊട്ടു പിന്നിൽ 24.74 NMR റസാഖിന് ഉള്ളത്. പാലക്കാട് അഡ്വാൻറ്റേജ് രമേശ് പിഷാരടി. സ്വാഭാവികമായും കടുത്ത ത്രികോണ മത്സരത്തിനപ്പുറത്തേക്ക് രമേശ് പിഷാരടി ശോഭാ സുരേന്ദ്രൻ മത്സരമാണ്. ഈ മണ്ഡലത്തിലെ എല്ലാ പ്രദേശങ്ങളും നമ്മൾ സ്വീകരിച്ചിരുന്നു. പാലക്കാട് നഗരസഭ, പിരായിരി പഞ്ചായത്ത്, മാത്തൂർ പഞ്ചായത്ത്, കണ്ണാടി പഞ്ചായത്ത്. അപ്പോൾ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തത് പിരായിരി പഞ്ചായത്താണോ ഡിസൈഡ് ചെയ്യുന്നത്. കാരണം BJP ക്യാമ്പുകൾ പ്രതീക്ഷിക്കുന്ന ഒരു 36 മുതൽ 36,000 വോട്ടുകൾ നഗരസഭയിൽ നിന്നും ശോഭാ സുരേന്ദ്രൻ നേടാൻ കഴിഞ്ഞാൽ പിരാരിയിൽ ഒരു ഡിപ്പുണ്ടായാലും അത് മറികടക്കാൻ സാധിക്കുമെന്ന്. അവിടെ NMR റസാഖ് വലിയ പോപ്പുലറാണ്. അയാൾ ബിരിയാണി കച്ചവടക്കാരൻ എന്നുള്ള നിലയ്ക്ക് മാത്രമല്ല, സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ, കമ്മ്യൂണിറ്റി പ്രവർത്തനങ്ങൾ, ഏതെങ്കിലും തരത്തിൽ ന്യൂനപക്ഷ വോട്ടുകൾ, അതുപോലെ നിഷ്പക്ഷ വോട്ടുകൾ ആകർഷിക്കാൻ NMR റസാഖിന് കഴിയുന്നുണ്ട്, പ്രത്യേകിച്ച് പിരായിരിയിൽ. വ്യക്തിപരമായി സൗഹൃദത്തിന്റെ അപ്പുറത്തേക്ക് ഒരു കമ്മ്യൂണിറ്റിയുടെ ആകെ വോട്ടുകൾ സമാഹരിക്കാൻ NMR റസാഖിന് കഴിയുന്നില്ല എന്നതാണ്. മൊത്തത്തിൽ സമാഹരിക്കാൻ കഴിയുന്നില്ല എങ്കിലും UDF-ന് കിട്ടാം എന്ന് അവർ പ്രതീക്ഷിക്കുന്ന വോട്ടുകളിൽ വിള്ളൽ വീഴ്ത്തുമോ? അതാണ് ഈ കോൺഗ്രസ് ഭയക്കുന്ന ഒരു കാര്യം. അതിനെ തുടർന്നാണ് ഈ ഡീൽ ആരോപണം വന്നത്. അല്ലാതെ ഞാൻ പറയാം, നമ്മൾ പിരായിരി പഞ്ചായത്തിന്റെ സാമ്പിളാണ്. നമ്മൾ പിരായിരി പഞ്ചായത്തിൽ പോയത് തന്നെ ഏറ്റവും കൂടുതൽ മുസ്ലിം പോപ്പുലേഷനുള്ള പഞ്ചായത്താണ്. അവിടെ കല്ലേക്കാട് എന്ന് പറഞ്ഞ പ്രദേശത്തൊക്കെ നമ്മൾ സാമ്പിൾ ശേഖരിക്കുമ്പോൾ ഞാനവിടെ വിസിറ്റ് ചെയ്തതാണ്. അപ്പോൾ അവിടുത്തെ മുസ്ലിം കമ്മ്യൂണിറ്റികൾക്കിടയിൽ രമേശ് പിഷാരടി എന്നൊരു അർത്ഥശങ്കയില്ലാതെ പറയുകയുണ്ടായി. അപ്പോൾ NMR റസാഖ് എനിക്ക് തോന്നുന്നു മുസ്ലിം വോട്ടുകൾ സമാഹരിക്കാൻ കഴിയുമെങ്കിൽ അത് പാലക്കാട് നഗരസഭയുടെ പരിധിയിലുള്ള മുസ്ലിം വോട്ടുകളിൽ ഒരുപക്ഷെ അദ്ദേഹത്തിന് സ്വീകരിക്കാൻ കഴിയും. പക്ഷേ എനിക്ക് തോന്നുന്നു അവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്ക് അങ്ങനെ ഈ വോട്ടുകൾ സ്പ്ലിറ്റായി പോയി കഴിഞ്ഞാൽ, മത്സരം LDF-ഉം UDF-ഉം തമ്മിൽ നടക്കുമ്പോൾ ഈ വോട്ടുകൾ സ്പ്ലിറ്റായി പോയി കഴിഞ്ഞാൽ അത് ശോഭാ സുരേന്ദ്രന്റെ സാധ്യതകൾ വർദ്ധിപ്പിക്കുമെന്ന രീതിയിൽ കോർ ഒരിക്കലും അതങ്ങനെ കരുതുന്നില്ല അത് സ്പ്ലിറ്റ് ഉണ്ടാവുമെന്ന്. പക്ഷേ ഇവിടെ ശോഭാ സുരേന്ദ്രന് സാധ്യതയില്ല എന്ന് പറയുന്നില്ല. 3.68 എന്ന് പറഞ്ഞാൽ വളരെ നേരിയ മാർജിനാണ്. രാജീവ് സാർ സൂചിപ്പിച്ചതുപോലെ NMR റസാഖിന് നമ്മുടെ സർവേക്ക് അപ്പുറത്തേക്ക് മുസ്ലിം വോട്ടുകൾ സമാഹരിക്കാൻ കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ശോഭാ സുരേന്ദ്രനുള്ള സാധ്യതയുണ്ട്. രമേശ് പിഷാരടിയുടെ ഒരു സാധ്യത കോർ വിലയിരുത്തിയത് സ്ത്രീ വോട്ടർമാർക്കിടയിൽ ശോഭാ സുരേന്ദ്രന്റെ സ്വീകാര്യത എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളത് കോറിനെ സംബന്ധിച്ച് വലിയ ഒരു ഫാക്ടറായിരുന്നു. അപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ ഒരു 18 ഒരു പുതിയ വോട്ടർ അല്ലെങ്കിൽ കന്നി വോട്ടർ, ഒരു 18 തൊട്ട് 30 ഏജ് ഗ്രൂപ്പിലുള്ള സ്ത്രീകൾ പ്രായഭേദമന്യേ അല്ലെങ്കിൽ ജാതിമത വ്യത്യാസമില്ലാതെ രമേശ് പിഷാരടിയോട് താല്പര്യം കാണിക്കുന്നുണ്ട്. ആ വോട്ടുകൾ അതേസമയം കോൺഗ്രസിന്റെ കാൽക്കുലേഷൻ കറക്റ്റ് ആയിരുന്നു രമേശ് പിഷാരടിയുടെ കാര്യം. അതെ. അപ്പോൾ ഹിന്ദു വോട്ടുകളിലും, ഇപ്പോൾ നമ്മൾ പറയുന്നത് ഹിന്ദു വോട്ടുകളിലും അപ്പർ ക്ലാസ് ഹിന്ദു വോട്ടിലും നമ്മുടെ പിഷാരടി എന്നൊരു ഒരു സ്വീകാര്യതയുണ്ട്. കോൺഗ്രസ്, അതായത് അപ്പർ ക്ലാസ് ഹിന്ദു വോട്ടുകളിലെ കോൺഗ്രസ് അനുഭാവം അല്ലെങ്കിൽ കോൺഗ്രസ് പാരമ്പര്യ വോട്ടുകൾ പിടിച്ചു നിർത്താൻ രമേശ് പിഷാരടിക്ക് കഴിയുന്നുണ്ട്. അതിന്റെ ഒരു സോഫ്റ്റ് കോർണർ, അതായത് ശോഭയ്ക്ക് ചെയ്യട്ടെ എന്ന് തോന്നിപ്പിക്കുന്നവരെ പിന്തിരിപ്പിക്കാൻ പിഷാരടിക്ക് സാധിക്കും. പക്ഷേ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും സോഷ്യൽ മീഡിയയിൽ താരമാണ് NMR റസാഖ്, അതിൽ ഒരു സംശയവുമില്ല. ഇപ്പം NMR റസാഖിനെ കൊണ്ടുവരുമ്പോൾ കോൺഗ്രസ് പെട്ടെന്ന് പറയുന്ന ഒരു ദുർബലനായ സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്ന് നിർത്തുന്നു എന്നുള്ളതാണ് കോൺഗ്രസ് ഉണ്ടാക്കാൻ ശ്രമിച്ച ഒരു പ്രതീതി. പക്ഷേ അങ്ങനെ ഒരു ആളുകളുടെ ഇടയിലേക്ക് പെട്ടെന്ന് ഇറങ്ങിച്ചെല്ലാനും അങ്ങനെ ഒരു വോട്ട് സമാഹരിക്കാനൊക്കെ കഴിവുള്ള ഒരു വ്യക്തി തന്നെയാണ് NMR റസാഖ്. പക്ഷേ എത്രത്തോളം പറ്റുമെന്നുള്ളതാണ്. അല്ല, ഈ പ്രൊജക്ഷൻസ് അനുസരിച്ച് തന്നെ സരിൻ നേടിയ വോട്ടും അതുപോലെ തന്നെ കഴിഞ്ഞ തവണ 2021 നേടിയ വോട്ടിന് സമാനമായ വോട്ടിലേക്ക് പോകും. 36,000 വോട്ട് 37,000 വോട്ട് NMR റസാഖ് സാധ്യതയാണ് നിലവിലുള്ളത്. കാരണം സംസ്ഥാനത്താകെ ഒരു LDF അനുകൂല തരംഗമുണ്ട് എങ്കിൽ ഒരു പക്ഷേ വീണ്ടും സാധ്യതകൾ വർദ്ധിച്ചേനെയും. അവിടെ വോട്ടർമാർക്കിടയിൽ 3ാം സ്ഥാനത്താണ് LDF എന്നൊരു കാഴ്ചപ്പാടുണ്ട്. അതുകൊണ്ട് തന്നെ മത്സരം ഡയറക്ട് ഫൈറ്റ് വിത്ത് ശോഭാ സുരേന്ദ്രൻ ആൻഡ് രമേശ് പിഷാരടിയാണ്. എന്തായാലും ഇഞ്ചോടിഞ്ച് മത്സരത്തിൽ മുൻതൂക്കം 3.68 മുൻതൂക്കം ശോഭാ സുരേന്ദ്രനേക്കാൾ രമേശ് പിഷാരടിക്കാണെന്നാണ് കോർ പ്രൊജക്ട് ചെയ്യുന്നത്.